യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടോ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. പോരാ ശക്തിയോടെ. രാത്രി ചിലർ ചിന്തിക്കുവാൻ പോകുന്ന അവൻ എന്തായി പറഞ്ഞു പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാമത്തെ കാര്യം ഇതത്രേ, കേൾക്കണമേ. ദൈവത്തിന്റെ സൃഷ്ടിയെ പീഡിപ്പിച്ചാൽ നിനക്ക് ശാപമുണ്ട്, വിശേഷിച്ച് മനുഷ്യരെ. സഹോദരന്റെ കാള കുഴിയിൽ വീണ് കിടക്കുന്നത് കണ്ട് തിരിഞ്ഞ് നടക്കുന്നവൻ്റെ മേൽ ശാപമുണ്ടെന്ന് വചനം പറയുന്നു എങ്കിൽ, ഒരു കാളയെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഇത്ര വലിയ അനുകമ്പ തോന്നുന്നു എങ്കിൽ, ഒരു മനുഷ്യ ജീവി കർത്താവേ അവൻ എന്നെ ഇന്ന രീതിയിൽ ഉപദ്രവിച്ചു, അവൻ എനിക്കെതിരെ എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വർഗം കേൾക്കയില്ലയോ? ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, വലിയ രാജാവ്, ശക്തനായ ശ്രേഷ്ഠൻ. കാട്ടിൽ കിടന്ന് വായടച്ചവൻ മിണ്ടാതിരുന്നില്ല. അവൻ രഹസ്യത്തിൽ സ്തുതിച്ചു. രഹസ്യത്തിൽ സ്തുതിക്കുന്നവർക്ക് പരസ്യത്തിൽ പ്രമോഷൻ ഉണ്ട്. കാട്ടിൽ കിടന്ന് സ്തുതിച്ചവനെ ദൈവം കൊട്ടാരത്തിലേക്ക് ഉയർത്തി. സ്തുതിച്ചാൽ പ്രമോഷൻ നിശ്ചയം. എത്ര പേർ ആമേൻ പറയേ? അവൻ കൊട്ടാരത്തിൽ രാജാവായി. അവൻ കൊട്ടാരത്തിൽ ഇരുന്നതല്ല ഭാവം, ഉച്ചയ്ക്ക് ഉറങ്ങിയതല്ല ഭാവം. പ്രത്യുത സ്തോത്രം, അതെ, യുദ്ധം ചെയ്യുവാൻ പോകേണ്ട സമയത്ത് അവൻ കിടന്നുറങ്ങിയത് അത്രേ ഭാവം. അലസത ആത്മാവിൽ നിന്നുള്ള, പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല. ഉച്ചയ്ക്ക് ശേഷം അവൻ കിടന്നുറങ്ങി. കിളിവാതിൽ തുറന്നപ്പോൾ കണ്ടു ഊരിയാവിന്റെ സുന്ദരിയായ ഭാര്യ ബേർശേബ തന്റെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. ദാവീദിന്റെ കൊട്ടാരം രാജകൊട്ടാരം, വലിയ കൊട്ടാരത്തിൽ ഒരു കിളിവാതിൽ. അത് തുറക്കുമ്പോൾ ആരാണ്ട് കുളിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ദാനിയേലിന്റെ കൊട്ടാരം ദാവീദിന്റെ കൊട്ടാരം പോലെ അത്ര വലിയ കൊട്ടാരമല്ല. ദാവീദിന്റെ കൊട്ടാരം അല്പം ചെറിയ കൊട്ടാരം. എന്നാൽ ദാവീദിന്റെ ചെറിയ കൊട്ടാരം തുറക്കുമ്പോൾ കാണുന്നത് വല്ലവിടെ ബാത്റൂം അല്ല. ദാവീദിന്റെ കൊട്ടാരത്തിലെ കിളിവാതിൽ തുറക്കുമ്പോൾ കാണുന്നത് യെരൂശലേമിന്റെ ആലയമത്രേ. ഹല്ലേലൂയ. പാപം ചെയ്യിപ്പിക്കുന്ന വലിയ കൊട്ടാരത്തെക്കാൾ ചെറുതത്രേ നല്ലത്. തർശീസ് കപ്പലുകൾ എത്ര വലുതായിരുന്നാലും എത്ര മനോഹരമായിരുന്നാലും ദൈവം ഇല്ലാത്ത തർശീസ് കപ്പലിൽ നീ യാത്ര ചെയ്യരുത്. ദാവീദ് അവളെ കണ്ട് മോഹിച്ചിട്ട് അവന് സ്തോത്രം ഇപ്രകാരം ചോദിച്ചു, ഇവൾ ആരുടെ ഭാര്യയാണ്? ആരാണ്ട് പറഞ്ഞു, ഊരിയാവന്റെ ഭാര്യ. ഒരു തന്ത്രം ഒരുക്കി ദാവീദ് ഊരിയാവിനെ കൊന്നു. തന്ത്രത്താൽ അവനെ കൊന്നു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മന്ത്രക്കാരനെ വിശ്വസിച്ചാലും സഭയ്ക്കകത്തുള്ള തന്ത്രക്കാരന്മാരെ വിശ്വസിക്കരുത്. സഭ പണിയുന്നത് തന്ത്രത്താലല്ല. സ്തോത്രം. സഭ പണിയുന്നത് മന്ത്രത്താലുമല്ല. സഭ പണിയുന്നത് വെളിപ്പാടിൽ അത്രേ. തന്ത്രത്താൽ ഊരിയാവിനെ കൊന്നു. ആരും അറിഞ്ഞില്ല. സ്തോത്രം. മോഹിച്ച് അവളെ എടുത്ത് ഭാര്യയാക്കി. രഹസ്യത്തിൽ ചെയ്തത് ദൈവം ഇപ്പോൾ ഇതാ ശാപത്തോടെ 4 ഇരട്ടിയായി നീ ഇത് പകരം കൊടുക്കേണ്ടി വരും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, മോഹിക്കരുത്. പറഞ്ഞാട്ടെ മോഹിക്കരുത്. വാ തുറന്ന് പറ മോഹിക്കരുത്. ഞാൻ എൻ്റെ വാക്കല്ലല്ലോ, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, മോഹിക്കരുത്. 5 വിരൽ സ്തോത്രം തൊട്ട് ആരെങ്കിലും കൈ തന്നില്ലയോ? കൈ വെച്ച് പ്രാർത്ഥിച്ചോ? ഏതോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. മോഹിക്കരുത്. മറ്റൊരുത്തന്റെ ഭാര്യ മോഹിക്കരുത്. മറ്റൊരുത്തന്റെ ശുശ്രൂഷ മോഹിക്കരുത്. മറ്റൊരുത്തന്റെ ആത്മാവ് മോഹിക്കരുത്. മറ്റൊരുത്തന്റെ സഭയിൽ വരുന്ന ജനത്തെ മോഹിക്കരുത്. മറ്റൊരുത്തന്റെ ഒന്നും മോഹിക്കരുത്. എത്ര പേർക്ക് മനസ്സിലായി? മറ്റൊരുത്തന്റെ പ്ലാറ്റ്ഫോം, മറ്റൊരുത്തന്റെ ശുശ്രൂഷ തട്ടിയെടുക്കുന്ന തട്ടിപ്പുകാർ. സ്തോത്രം. മറുപടത്തിലിരുന്ന സഹോദര വർഗത്തെ കൊന്നു കളഞ്ഞ നീതിമാന്റെ രക്തത്തെ ഒഴിക്കുന്ന ഹല്ലേലൂയ തട്ടിപ്പ് വൃന്ദങ്ങൾ, ഗൂഢാലോചന വൃന്ദങ്ങൾ, LTTയേക്കാൾ അൽഖ്വയ്ദയേക്കാൾ ഭീകരന്മാർ ഇന്നാളുകൾ ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ മറന്നു പോകരുത്. ശാപം നിനക്കും നിന്റെ സന്തതിക്കും ശാപം. ദൈവത്തിന്റെ സൃഷ്ടിയെ സ്തോത്രം വേദനിപ്പിക്കുന്നത് ശാപം. ഒരു പാസ്റ്റർ ഒരു ചർച്ചിൽ വന്നാൽ, ഒരു സഭ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നാൽ, അവനെ അനാവശ്യമായി ദ്രോഹിച്ചാൽ, വേദനിപ്പിച്ചാൽ, അത് നിനക്ക് ശാപം. വളരെ ഭയത്തോടെയാണ് ഇന്ന് രാത്രി ഞാനിത് പറയുന്നത്. ഏകദേശം പല വർഷങ്ങൾക്ക് മുമ്പ്, വർഷം ഞാൻ കറക്റ്റ് പറയത്തില്ല, സ്ഥലവും പറയത്തില്ല, നിങ്ങൾ പകുതിയിലധികം പേർ ഒരുപക്ഷെ ഇത് അറിഞ്ഞതരായിരിക്കും. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു പാരമ്പര്യ സഭയുണ്ട്. പണ്ട് സായിപ്പിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു സഭ. ആ സഭയിൽ 3 വർഷമേ ഒരു പാസ്റ്റർ ഇരുത്തത്തുള്ളൂ. കുളം കലക്കിയ ദൂതൻ ഇറങ്ങിയാലും 3 വർഷം ഇരിക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല ആർക്ക് വേണ്ടിയാ. ചിലപ്പോൾ 1 വർഷം പിതാവിന്, 2ാമത്തെ വർഷം പുത്രന്, 3ാം വർഷം പരിശുദ്ധാത്മാവിന്. ഇനി കായംകുളം കണ്ടില്ലേലും
എനിക്കിത് പറയണം. ഇത് കർത്താവിൻ്റെ നിർബന്ധമാണ്. DL മൂടി പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാ ദിവസവും താൻ ചിന്തിക്കുന്ന എൻ്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും, ഞാൻ നന്നായിട്ടൊന്ന് പ്രസംഗിക്കട്ടെ. പുതിയ പാസ്റ്റർ ഈ സഭയിൽ വേണ്ട സ്തോത്രം അതെ ചാർജ് എടുത്തിരിക്കുന്നു. സന്നിച്ചാൽ നമുക്കറിയാം കുറച്ച് അമേരിക്കൻ കുത്തക മുതലാളിമാരുണ്ട്, പെന്തക്കോസ് മുതലാളിമാർ. അവൻ ആ സഭയെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവല്ല പലയിടത്തും. ഒരാൾ എന്നോട് പറഞ്ഞു, ആ ജനറൽ കൺവെൻഷൻ 20 മിനിറ്റ് എനിക്ക് കിട്ടാൽ $2500 ബ്രദറെ കൊടുത്തത്. ശാപം. പ്ലാറ്റ്ഫോമിനെ വിലക്കെടുക്കുന്നത് ശാപം. മാമോനല്ല നിന്റെ പ്ലാറ്റ്ഫോം നിയന്ത്രിക്കേണ്ടത്. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച മാളിക മുറിയിൽ ഇറങ്ങിയ യെരുശലേമിനെ കീഴ്മേൽ മറിച്ച അന്തോക്കിയ മാറ്റിയ സ്തോത്രം ശമരിയ പട്ടണത്തെ ട്രാൻസ്ഫോം ചെയ്ത പരിശുദ്ധാത്മാവത്രേ. കരങ്ങൾ ഉയർത്തി ജീവനുണ്ടെങ്കിൽ ധൈര്യോടെ ഹല്ലേലൂയ പറ. പുതിയ പാസ്റ്റർ ഈ ചേർച്ചിൽ ചാർജ് എടുത്തു. അവിടെ ഒരു മുതലാളിയുണ്ട്. മുതലാളിയുടെ സ്തോത്രം റിമോട്ട് കൺട്രോളുള്ള സഭ ഓടുന്നത്. ഡയബറ്റിക് പാസ്റ്റർ, 54 വയസ്സ്, 3 പിള്ളേർ. 1 മണി കഴിയുമ്പോൾ പുള്ളിക്ക് ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ വേർക്കും തളർന്നു പോകും. ഡയബറ്റിക് പേഷ്യൻ്റ്. പല വർഷം, ഏകദേശം 10-12 വർഷമായി ഡയബറ്റിക് വന്നിട്ട്. കർത്താവിൻ്റെ ദാസൻ സഭായം തുടങ്ങി 12:30 കഴിഞ്ഞു, 12:45 ഓൾമോസ്റ്റ് ഫിനിഷ് ആയ സ്തോത്രം സഭായം കഴിഞ്ഞ് വേണ്ടേ ആ വലിയ ഡീക്കൻ പരമ്പരയെ വല്യപ്പച്ചൻ ഡീക്കൻ, അപ്പൻ ഡീക്കൻ, ഇപ്പൊ പുള്ളിയും ഡീക്കൻ, 3ാം തലമുറ ഡീക്കൻ വരികയാണ്. 6 പേജിൽ 54 കൽപ്പനകൾ, നിബന്ധനകൾ എഴുതി പാസ്റ്റർ കയ്യിൽ കൊടുത്തു. കർത്താവിന് പോലും 10 കൽപ്പനയുള്ളൂ, ഈ പുള്ളിക്ക് 54 കൽപ്പന. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, താനിരിക്കുന്ന കസരയിൽ മുള്ളു മുളയ്ക്കാതിരിക്കണമെങ്കിൽ സ്തോത്രം ഞാൻ പറയുന്നത് അനുസരിക്കണം. രാത്രി പാസ്റ്റർമാർക്കെതിരെ കത്തെഴുതിയ പുള്ളികളുണ്ടോ? ഞാനൊന്ന് കറക്കിയാൽ കുമ്പനാട് വിറയ്ക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിർത്തിക്കോ. ദൈവ സൃഷ്ടിയെ കരയിപ്പിക്കുന്നത് നിനക്കും നിന്റെ സന്തതിക്കും ശാപം. അടുത്തൊരു മഞ്ഞപ്പത്രത്തിലൂടെ അവനെ ഒതുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന പിശാച് വേണ്ടേ ഈ ഷൂസിന്റെ കീഴില. ഞാൻ പറയുന്നു സ്തോത്രം, അത് ദൈവ സൃഷ്ടിയെ വേദനിപ്പിക്കുന്നത് നിനക്ക് ശാപം. ബ്രദർ, സുവിശേഷം പ്രസംഗിക്കുന്നത് നേരെ പ്രസംഗിക്കണം. അവിടെ കാണും, അവിടെ പോകുമ്പോൾ പല്ല് കാണിച്ച്, ഇവിടെ കാണുമ്പോൾ ചിറക് കാണിക്കുന്ന കടവാവലാകരുത്. മനസ്സിലാക്കുന്ന റാമേൻ പറഞ്ഞോട്ടെ. ആ പേപ്പർ കിട്ടി. ദേവദാസിൻ്റെ കൈ വിറച്ച് കണ്ണ് നിറഞ്ഞൊഴുകി പുറത്തിറങ്ങി. അച്ചാച്ചൻ്റെ വീട്ടിൽ 2 കാറുണ്ട് കേട്ടോ, സ്തോത്രം. എന്നാൽ അന്ന് വന്നത് മൂത്തമാളുടെ കൈനറ്റിക്കില്ല. അത് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ ആരാണ്ട് കേട്ടു, ഞാൻ അയാൾക്ക് കൊടുത്തടി, ഇനി 3 വർഷം സുഖമായി പൊയ്ക്കൊള്ളും എന്ന പെണ്ണും പിള്ളയെടുത്ത് പറഞ്ഞ് സ്തോത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി. ദൈവദാസൻ സ്തോത്രം പാസനേജിനുള്ളിൽ പോയി. ഭാര്യയും മക്കളെയും വിളിച്ചിട്ട് ഇത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദൈവമാണ് നമ്മെ വിളിച്ചത്, ദൈവമാണ് ഇവിടെ നമ്മെ അയച്ചത്. ആ പേപ്പറിനെ ഉയർത്തിപ്പിടിച്ച് ആ കുടുംബം ദൈവത്തോട് പ്രാർത്ഥിച്ച്, എന്നെ കേൾക്കുന്നത് ഈ മക്കളെ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനർക്ക് തുണ നിൽക്കുന്ന ദൈവം, സ്തോത്രം, ബലഹീനർക്ക് തുണ നിൽക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നവനത്രേ.